Hi everyone, hope you all are doing good. ഇന്ന് മിസ്റ്റി ഡാഫഡിൽസ് കിഡ്സ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പൊതുവേ കുട്ടികൾക്ക് ബിസ്ക്കറ്റ് കുക്കീസൊക്കെ വളരെ ഇഷ്ടമാണല്ലോ. അപ്പോൾ അത് തന്നെ ആയാലും ഇന്നത്തെ റെസിപ്പി. വീട്ടിൽ തന്നെ നമുക്കൊരു ആൽമണ്ട് കുക്കീസ് ഉണ്ടാക്കാം. ആൽമണ്ട് കുക്കീസ് ഉണ്ടാക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഏകദേശം 60 കുക്കീസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള ക്വാണ്ടിറ്റീസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുമ്പം സെയിം ക്വാണ്ടിറ്റിയോ അതോ ഇതിൻ്റെ ഹാഫ് വെച്ച് ഉണ്ടാക്കിയാൽ മതി. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അമ്മ, can I tell the ingredients? ഓക്കെ, പറഞ്ഞോളൂ. മൈദ 3 കപ്പ്, 2 packs of butter, ഡേറ്റ്സ് അല്ല, അത് കറുത്ത ഉണക്കമുന്തിരിയാണ്. Okay, what's that? അത് വാനില എസൻസ് 1 ടീസ്പൂൺ, Powdered sugar, almond flour, അത് 1.5 കപ്പ്, 2 eggs. Why we need 2 cups of almond? അത് ഫൈൻലി ചോപ്ഡ് ആയിട്ടുള്ള ആൽമണ്ട്സ് നമുക്ക് കുക്കീസിൽ ആഡ് ചെയ്യാനും സ്പ്ലിറ്റ് ആയിട്ടുള്ള ആൽമണ്ട്സ് നമുക്ക് ഗാർണിഷ് ചെയ്യാനും. ഇനി വലിയൊരു ബൗൾ എടുക്കാം. അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. ഒരു 2 മിനിറ്റ് നേരം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ബട്ടർ റൂം ടെമ്പറേച്ചറുള്ള ബട്ടറാണ്. 200 ഗ്രാം ബട്ടറോളം ഉണ്ടാവും ഇത്. ഇതിലേക്ക് ഇനി പൗഡർഡ് ഷുഗർ ചേർത്ത് വീണ്ടും നന്നായി ബീറ്റ് ചെയ്യണം. ഒരു ക്രീമി കൺസിസ്റ്റൻസി ആവുന്നത് വരെ ഇത് ബീറ്റ് ചെയ്യണം. Amma, it looks like a buttercream. ആണോ? ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പം നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒരു 1 മിനിറ്റ് നേരം നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. ഇടയ്ക്ക് ഈ ബൗളിൻ്റെ സൈഡിലൊക്കെ ആയിട്ടുള്ള മാവില്ലേ, അത് നമുക്കൊന്ന് സ്പാച്ചില യൂസ് ചെയ്ത് ഒന്ന് ഒതുക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആൽമണ്ട് ഫ്ലോറും വാനില എസൻസും കൂടി ചേർത്ത് ഒന്നുകൂടി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് മൈദ ചേർക്കുന്ന സമയമായി. ഇനി നമുക്ക് മൈദ കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 1 മിനിറ്റ് നേരം ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. അപ്പം എല്ലാം കൂടി നന്നായി മിക്സായി വരും. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആൽമണ്ടും അതുപോലെ തന്നെ കറുത്ത മുന്തിരിയും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ആൽമണ്ട് കുക്കീസിനുള്ള ഡോ റെഡി ആയിട്ടുണ്ട്. എല്ലാ മിക്സിങ്ങും ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഡോ ഒന്ന് കുറച്ച് ഹാർഡ് ആവാൻ വേണ്ടി നമുക്കൊരു 1/2 മണിക്കൂർ നേരം ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രീസല്ല നമ്മൾ ചെയ്യുന്നത്, റെഫ്രിജറേറ്റ് ചെയ്താൽ മതി. ഈ സമയം കൊണ്ട് ഇത് ബേക്ക് ചെയ്യാനുള്ള ട്രേ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ബേക്കിംഗ് പാൻ എടുത്ത് അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് ഓയിലോ ഗീ കൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഡോ ഒന്ന് പുറത്തെടുക്കാം. ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് നോക്കാം. അതായത് നേരത്തെ വെച്ച് നോക്കാം നമുക്ക് കുറച്ചുകൂടി ഇത് ഹാർഡായിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളാക്കി പാനിലോട്ട് ഫസ്റ്റ് വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു സ്പൂൺ എടുത്ത് അതിൻ്റെ മേലെ മെല്ലെ പ്രസ് ചെയ്ത് കൊടുത്ത് കുക്കീസിൻ്റെ ഷേപ്പിലാക്കി മാറ്റിയെടുക്കാം. എല്ലാ കുക്കീസും നമുക്ക് അങ്ങനെ അതുപോലെ ചെയ്തെടുക്കാം. ഇനി ഈ സമയത്ത് അഥവാ സ്പൂൺ മാവിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഈ സ്പൂൺ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത ശേഷം വീണ്ടും അത് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വെച്ച ആൽമണ്ട്സ് ഇല്ലേ, അത് നമുക്കൊന്ന് ഗാർണിഷിങ് കൂടി ചെയ്യാം. ഈ കുക്കീസിൻ്റെ മേലേക്ക് ഒന്ന് വെച്ചെടുത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അവൻ ഒരു 10 മിനിറ്റ് നേരം പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കീസിന് 180 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ് നേരം ബേക്ക് ചെയ്യണം.
ഇപ്പോൾ ഒരു ഏകദേശം 15 മിനിറ്റ് നേരം ആയിട്ടുണ്ട്. ഈ സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഡിപ്പെൻസ് ഓൺ ദ അവൻ ഹീറ്റ് വ്യത്യാസം ഉണ്ടാകും. അപ്പം ഇത് ചിലപ്പം ആ സമയത്ത് തന്നെ കുക്കായിട്ടുണ്ടാകും. അപ്പോൾ അതൊന്ന് ടെമ്പറേച്ചർ നോക്കി ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ 20 മിനിറ്റ് നേരം കഴിഞ്ഞ് കുക്കീസൊക്കെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാവുന്ന കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടമാവുന്ന ഒരു കുക്കീസാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. എന്തായാലും കുട്ടികൾക്കൊക്കെ ഇത് നല്ലോണം ഇഷ്ടപ്പെടും. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഒന്ന് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണേ. താങ്ക് യു.